പക്ഷെ ഫണ്ട് പിരിവൊന്നും ഒരു കണക്കും ഉണ്ടാവില്ല. നിങ്ങൾ പാനൂർ ആശുപത്രിക്ക് വേണ്ടി ഒരു ഫണ്ട് പിരിവ് നടത്തി കെ.പി. മോഹൻ. ഈ പറയുന്ന പോലീസിന് അതിൻ്റെ ഭാഗമായിട്ട് പാനൂരിലെ CIക്ക് ഒരു അന്വേഷണം നടത്തേണ്ടി വന്നു. പാനൂർ CI അന്വേഷണം നടത്തിയിട്ട് പാനൂർ CI എനിക്ക് തന്ന മറുപടി എന്താണെന്നറിയോ? ഞാൻ അതിൻ്റെ പരാതിയായി പോയപ്പോൾ ആ CI എനിക്ക് തന്ന മറുപടി, ഈ പറയുന്ന വർഷം ഇത്രയായിട്ട് ഒരു ജനപ്രതിനിധി അല്ലേ, ഒരു നിയമസഭാ അംഗം കെ.പി. മോഹൻ MLA അല്ലേ, ആ ജനപ്രതിനിധി ഒരു ഫണ്ട് പിരിവ് നടത്തിയിട്ട് മന്ത്രിയായിരുന്ന സമയത്ത് ആ ഫണ്ട് പിരിവ് നടത്തിയത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ ഉപയോഗിച്ചുകൊണ്ട്, പലരെയും കൗളിപ്പിച്ചുകൊണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കൗളിപ്പിച്ചുകൊണ്ട് കെ.പി. മോഹനൻ ഫണ്ട് പിരിവ് നടത്തി. ആ ഫണ്ട് പിരിവ് നടത്തിയിട്ട് ആ ഫണ്ട് പിരിവിൻ്റെ റെസീറ്റ് ഈ പറയുന്ന 10 വർഷമായിട്ടും ഓഡിറ്റ് ചെയ്തിട്ടില്ല എന്ന് പാനൂർ CIക്ക് അന്വേഷണം നടത്തിയിട്ട് റിപ്പോർട്ട് തരേണ്ടി വരുന്ന ഗതികേട് നിങ്ങൾ ആലോചിച്ചോ. ഒരു മന്ത്രിയായിരുന്നു, റെസീറ്റ് ഒന്ന് പിരിച്ചാൽ ഇതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടുത്തെ നഗരസഭ അംഗങ്ങൾ ഉൾപ്പെടെ ആ ഫണ്ട് പിരിവ് നടത്തിയിട്ടുണ്ട്. ഈ നഗരസഭയിൽ നിന്ന് 10 ലക്ഷം രൂപ ആ ഫണ്ടിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരൊക്കെ കൂത്തുപറമ്പ് നഗരസഭ 10 ലക്ഷം കൊടുത്തിട്ടുണ്ട് എന്നാ രേഖ. പക്ഷേ ആ ഫണ്ടിൻ്റെ കണക്കില്ല, റെസീറ്റ് ഓഡിറ്റ് ചെയ്യില്ല. ഒരു CIക്ക് നിങ്ങളുള്ള പോലീസിന് ഒരു അന്വേഷണം നടത്തേണ്ടിയിട്ട് ആ റെസീറ്റ് ഓഡിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, റെസീറ്റ് ഓഡിറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതൊരാളും ഒരു സ്ഥലം എടുക്കുമ്പോൾ ഒരു എഗ്രിമെൻ്റ് ഇടും അല്ലേ. പക്ഷേ ഈ കള്ളൻ അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇത്തരം ആളുകളെ കള്ളൻ എന്ന് പറയേണ്ടി വരും. ആ കള്ളൻ ഒരു എഗ്രിമെൻ്റ് എഴുതിയിട്ടില്ല. ഈ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്ക്, രേഖയൊന്നും ഉണ്ടായിരുന്നില്ല. വിജിലൻസിലേക്ക് പോയപ്പോൾ രേഖ ഉണ്ടാക്കുക, വിജിലൻസിന് പോയപ്പോൾ രേഖ ഉണ്ടാക്കുക. അതിനപ്പുറത്തേക്ക് എന്താണെന്നറിയോ? ഈ സ്ഥലത്തിന് എഗ്രിമെൻ്റ് ഇല്ല. ആ സ്ഥലം ഏറ്റെടുക്കുമെന്ന് പറയുന്നത് ഇതുവരെ 10 വർഷമായിട്ട് ഒരു സ്ഥലം ഏറ്റെടുക്കുന്നില്ല. പക്ഷേ സർക്കാർ സ്ഥലം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ചത്. പക്ഷേ ഒരു സർക്കാരും, ഇവിടെയുള്ള കേരളത്തിൻ്റെ സർക്കാർ, ഈ പറയുന്ന ഈ നിയോജകമണ്ഡലം MLA കെ.പി. മോഹനോട് ഇവിടെ സ്ഥലം ഏറ്റെടുക്കാൻ ജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിക്കാൻ പറഞ്ഞിട്ടില്ല. കളവ പറയുന്നത് ഇവിടെ. നിങ്ങൾ ആലോചിക്കുക, എല്ലാം കള്ളന്മാരാ, എവിടെ നോക്കിയാലും കള്ളന്മാരാണ്. അതിൻ്റെ ഭാഗമായിട്ട് CPMൻ്റെ ഏരിയ